പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന് ചില ദുർലക്ഷണങ്ങൾ ചിലപ്പോൾ വന്നു ചേരാറുണ്ട്. പക്ഷേ ഈ ദുർലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് വരാൻ പോകുന്ന ചില മോശപ്പെട്ട അനുഭവങ്ങളാണെന്ന് പലർക്കും തിരിച്ചറിയില്ല. ഇതെങ്ങനെയോ ആകസ്മികമായി സംഭവിച്ചു എന്ന് കരുതി പലരും ഇതിനെ ലളിതമായിട്ട് പരിഗണിക്കാറുണ്ട്. അപ്പോൾ ആ ദുർലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഈ ദുർലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ നിർവീര്യമാക്കാൻ തരത്തിലുള്ള ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന് വളരെയധികം കോട്ടം സംഭവിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായി വരും. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വിട്ടുപോകരുത്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വന്നു ചേരുന്ന ആ 6 ദുർലക്ഷണങ്ങളെ ആദ്യം പറയാം. ഒന്നാമത്തത് കരിന്തേളാണ്. അതായത് വീട്ടിനകത്തേക്കോ വീട്ടുമുറ്റത്തേക്കോ കരിന്തേൾ വരിക എന്ന് പറഞ്ഞാൽ ശത്രുതാപരമായിട്ടുള്ള കള്ളന്മാര്, ശത്രുക്കള് ഇവയൊക്കെ വരുന്നതിൻ്റെ ഒരു സൂചനയാണ്. മാത്രമല്ല ചില രോഗങ്ങൾ, മഹാരോഗങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളും ഈ കരിന്തേള് ചില സൂചന നൽകുന്നുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്തത് പാമ്പ് ആണ്. പാമ്പ് നമുക്കറിയാം, ശത്രുതാപരമായിട്ടുള്ള സൂചനകളെ എല്ലാം നൽകിക്കൊണ്ടാണ് പാമ്പ് വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നത്. പാമ്പ് വീട്ടിനുള്ളിൽ കിടക്കുന്നത് നേരിട്ട് തന്നെ ജീവഹാനിക്ക് കാരണമാകുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ പാമ്പ് ഗൃഹത്തിനുള്ളിൽ കയറുകയാണെങ്കിൽ അത് വളരെ അത്യന്തം മോശകരമായിട്ടുള്ള ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തത് ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തുവാണ്. നമുക്ക് തോന്നും ചില മൃഗങ്ങളുടെ കാഷ്ടമോ മറ്റോ ആണ് എന്ന് തോന്നുന്ന തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിനുള്ളിൽ കാണപ്പെടുക. അത് ചിലതരം നെഗറ്റീവുകൾ നമ്മുടെ വീട്ടിനുള്ളിൽ കയറിയതിൻ്റെയൊക്കെ സൂചനയാണ്. അതും ഒരു ദുർലക്ഷണമായിട്ട് പരിഗണിക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ സിന്ദൂരത്തിനോടൊപ്പം നാണയം അല്ലെങ്കിൽ ആണി ഇത് വീട്ടിനുള്ളിൽ കാണപ്പെടുക. നിങ്ങളൊരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമല്ല, ഒരു ദിവസം നോക്കുമ്പോൾ വീട്ടിനകത്ത് കുറച്ച് സിന്ദൂരം, 1-2 നാണയങ്ങൾ, ചിലപ്പോൾ ഒരു ആണി, ചിലപ്പോൾ ഇരുമ്പിലൊരു ചെറിയ ദണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതൊരു തരം ആഭിചാര ചെയ്വിനകളുടെ ലക്ഷണമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തത് ഭസ്മവും പൂവും. അത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ഭസ്മവും പൂവും അത് ഭക്തിയോട് കൂടി സൂക്ഷിക്കേണ്ടതാണ്. എന്ന് നമുക്കറിയില്ല. നമ്മുടെ വീടിൻ്റെ പരിസരത്തോ നമ്മുടെ വീട്ടിനകത്തോ കുറച്ച് ഭസ്മം കിടക്കുന്നു, കുറച്ച് പൂവ് കൊണ്ടുവന്ന് ഇട്ടയക്കുന്നു. ഇത് നമ്മൾ വ്യക്തമായിട്ട് നോക്കേണ്ടതാണ്. അത് നിമിത്തപരമായിട്ട് ചില ദോഷങ്ങളുടെ സൂചനയാണ്. ആറാമത്തത് വീട്ടിനകത്ത് ചത്ത് കിടക്കുന്ന പല്ലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം, ചിലപ്പോൾ അതൊരു പൂച്ചക്കുഞ്ഞാവാം, വേറെ എന്തെങ്കിലും എലിയാവാം. ഇങ്ങനെ ഒരു ജീവി, പ്രത്യേകിച്ച് അത് ശനിയാഴ്ച ദിവസമാണ് മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നല്ല ലക്ഷണമല്ല, അതൊരു ദുർലക്ഷണമാണ്. നമ്മുടെ വീട്ടിനെ ചില നെഗറ്റീവുകൾ, പ്രത്യേകിച്ച് ആഭിചാരപരമായിട്ടുള്ള നെഗറ്റീവുകൾ, ഭൂതപ്രേതാദി അങ്ങനെയൊക്കെ പറയുന്നില്ലേ വിഷയങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവൊക്കെ വന്നു ചേരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഇതിനെ പറയാം. അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇനി പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടപ്പോൾ തേളിനെയൊക്കെ ആണെങ്കിൽ ഓടിച്ചു കളഞ്ഞു, പാമ്പിനെ ഓടിച്ചു കളഞ്ഞു, എന്തോ ദുർഗന്ധം വമിക്കുന്ന വസ്തുവിനെ എടുത്ത് പുറത്ത് കളഞ്ഞു, ഭസ്മവും നാണയമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ കൈകൊണ്ട് തൊടില്ല, സിന്ദൂരവും നാണയമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് തൊടില്ല. തൊടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കാര്യം ചെയ്തിട്ടേ അസുഖമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റിക്കളഞ്ഞ് ശുദ്ധീകരിക്കും. പക്ഷേ ഇത് രണ്ടും ആണെങ്കിൽ നമ്മൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇനി പറയുന്ന കാര്യം ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് അരി ഇടണം. കുറച്ച് ഒരു ചെറിയ പിടി അരി ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് വലത് കൈയിലെ മോതിര വിരൽ ഈ വെള്ളത്തിലേക്ക് തൊടിയിച്ച് ഇനി ഞാൻ പറയുന്ന മന്ത്രം 8 തവണ ജപിക്കണം. മന്ത്രം എഴുതി കാണിക്കാം കേട്ടോ. ഓം ഹ്രീം വടുക ഭൈരവായ ദുഷ്ടനിഗ്രഹായ ഗൃഹദോഷ ദുരിതം നിവാരണമിതം ഹ്രീം നമ. ഈ മന്ത്രം 8 തവണ നമ്മൾ ജപിക്കണം. 8 തവണ ജപിച്ചിട്ട് ആ ഭസ്മവും നാണയവും കിടന്ന സ്ഥാനത്ത് തളിക്കുക, അല്ലെങ്കിൽ സിന്ദൂരവും നാണയവും കിടന്ന സ്ഥലത്ത് തളിക്കുക. പിന്നെ മൊത്തത്തിൽ തളിക്കുക. നമ്മുടെ എലിയോ പല്ലിയോ മറ്റേത് തേടുന്നിരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് തളിക്കുക. പാമ്പിനെ കണ്ട ഭാഗത്ത് തളിക്കുക. കരിന്തേളിനെ കണ്ട സ്ഥാനത്ത് തളിക്കുക.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. വീടിനകം മുഴുക്കെ നമ്മളിത് കൊണ്ടുവന്ന് കുടഞ്ഞ് ശുദ്ധീകരിക്കണം. വീടിൻ്റെ 4 ഭാഗത്ത് ഇത് നടന്ന് ചുറ്റി അത് തളിക്കണം. മാസത്തിൽ ഒരിക്കൽ ഈ ദുർനിമിത്തങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി തളിക്കുന്നത് വീട്ടിലെ ദുഷ്ടബാധകളെ എല്ലാം പുറത്ത് ചാടിക്കാൻ, ദുഷ്ടതകൾ, ശത്രുദോഷാദി കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെ പുറത്തോട്ട് ഓടിക്കാനൊക്കെ ഗുണകരമാണ്. പക്ഷെ ഈ നിമിത്തങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ മന്ത്രം ഒരു ബുക്കിൽ ഒന്ന് എഴുതി സൂക്ഷിക്കുകയും കൂടെ ചെയ്യുക. ടൈക്രിയയും കൂടെ എഴുതുക. പച്ചരി ഇട്ടിട്ട് വേണം ഇത് വെള്ളത്തിൽ തൊട്ട് ജപിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. അല്ലാതെ തുലനം ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക. ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.